ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ Pause and watch. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് PSW എങ്ങനെ എടുക്കുന്നതെന്ന് അതിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ്. ഞങ്ങൾ റീസെന്റ് ആണ് PSW വെച്ചത്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ ഞങ്ങൾ PSW അപ്ലൈ ചെയ്തിട്ട്. അപ്പൊ ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഒരു 10-15 മിനിറ്റേ ഉള്ളൂ, അത്ര എടുക്കത്തുള്ളൂ. ഇത് ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് NI നമ്പർ, നമ്മുടെ ക്യാഷ് ഇഷ്യൂ ചെയ്ത റെഫറൻസ് നമ്പർ, പാസ്പോർട്ട്, BRP. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് NFC വർക്ക് ചെയ്യുന്ന ഒരു ഫോൺ വേണം, കാരണം നമ്മൾ സ്കാൻ ചെയ്യുന്നത് ഫോൺ ത്രൂ തന്നെയാണ്. ഒരുപാട് പേര് ഫോണിൽ തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ കൂടുതലും ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഫോൺ വേണം, കാരണം നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അത് വെച്ച് നമ്മുടെ BRP കാർഡ് സ്കാൻ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഫോണും വേണം. കൂടുതൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് ലാപ്ടോപ്പിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഇതിന്റെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഒക്കെ കാര്യങ്ങളുണ്ട് ഞങ്ങൾ ചെയ്തേണ്ട. അപ്പൊ അത് ഞങ്ങൾ വീഡിയോയില് ഉൾപ്പെടുത്തുന്നതായിരിക്കും പറയും തോറും. പിന്നെ ഞങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2892 പൗണ്ട്സ് ആണ്. അതിപ്പം ഇയർലി കൂടിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ഇയർ ഇതൊരു 1000 പൗണ്ട്സ് കുറവായിരുന്നു. അപ്പം അത് നിങ്ങൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്ന ആ ടൈം ബേസിലായിരിക്കും. വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ മാക്സിമം ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ. നമുക്ക് PSW അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് യൂണിവേഴ്സിറ്റി നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. നോർമലി എല്ലാ യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് UK ഗവൺമെന്റിന്റെ സൈറ്റിൽ പോവുകയാണെങ്കിൽ അപ്ലൈ ഫോർ ഗ്രാജുവേറ്റ് വിസ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണും. അതിൽ പോവുക, നേരെ സ്റ്റാർട്ട് നൗ കൊടുക്കുക. സ്റ്റാർട്ട് നൗ കൊടുക്കുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എവിടെയാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകും. ഇനി പറഞ്ഞ പോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വേർ ആർ യു പ്ലാനിങ് ടു ലിവ് എന്നുള്ളതാണ്. അതിന്റെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡു യു ഹാവ് എ കറന്റ് EU, EEA or Swiss പാസ്പോർട്ട് എന്നുള്ളതാണ്. അതിന് നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻ നോ എന്നാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു വാലിഡ് UK ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ഉണ്ടോ എന്നാണ്. അതിന് നമ്മൾ yes ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ സെയിം നമ്മുടെ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റിലെയും നമ്മുടെ കറന്റ് പാസ്പോർട്ടിലെയും നെയിം സെയിം ആണോ എന്നുള്ളത് അതിന് ഓഫ്കോഴ്സ് നമ്മൾ yes ആണ് വീണ്ടും കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. അത് കഴിയുമ്പോൾ അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാനുള്ള ഫോൺ, അതായത് iPhone, Android ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടോന്ന്. അഫ്കോഴ്സ് നമ്മുടെ കാണുമ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. അത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ ഇത്രയും കൊടുത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ആരാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ മീ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ വോട്ട് ഈസ് യുവർ നെയിം, അതിൽ നമ്മുടെ ഗിവൺ നെയിമും സർനെയിമും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആൻഡ് മിഡിൽ നെയിം ഗിവൺ നെയിമിൽ കൊടുക്കുക, സർനെയിം ആയിട്ട് ലാസ്റ്റ് നെയിം കൊടുക്കുക. അപ്പോൾ അത്രയാണ് ആദ്യത്തെ സ്റ്റാർട്ടിങ് ഓഫ് ദ പ്രൊസീജിയർ ആയിട്ട് വരുന്നത്. അടുത്തത് നമ്മൾ ഒരു അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പേര്, ഒരു ID പ്രൂഫ്, അതൊന്നെങ്കിൽ പാസ്പോർട്ട് ആകാം അല്ലെ BRP, ഏതാണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ കൊടുക്കുക. മെയിൻലി നമ്മുടെ വരുമ്പോൾ അത് BRP ആണ്. BRP കൊടുക്കുക. അപ്പോൾ ഒരു BRPയുടെ നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കും. അത് വളരെ കറക്റ്റ് ആയിട്ട് അത് അവിടെ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇമെയിൽ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും, ഇത് നമ്മുടെ പ്രൂഫാണ് ഇത്രയും. അത് കഴിഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് അടുത്തത് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇമെയിലോട്ട് നമുക്കൊരു കോഡ് വരും, അത് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് ഫോണിലോട്ട് ഒരു ടെക്സ്റ്റ് വരും, ടെക്സ്റ്റ് മെസ്സേജ് വരും, അതിലൊരു കോഡ് ഉണ്ടാവും. അത് രണ്ടും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. പിന്നീട് നമുക്കുള്ളത് ID വെരിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമെയിലിലും ഫോണിലും ഒരു 1 ടൈം പാസ്വേഡ് വരും. അത് രണ്ടും എൻ്റർ ചെയ്ത് കയറി കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ID വെരിഫിക്കേഷനിലോട്ടാണ്. ഈ ലാപ്ടോപ്പ് ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ ഒരു QR വരും. അത് നമ്മുടെ ഫോൺ ത്രൂ സ്കാൻ ചെയ്തിട്ട് ആ ഒരു ആപ്പിലോട്ട് നമുക്ക് ഡയറക്റ്റ് പോകാം. അവിടെയാണ് നമ്മൾ നമ്മുടെ IDs വെരിഫൈ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ലാപ്പ് വഴി ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ ഫോൺ വഴിയാണെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ നിങ്ങൾക്ക് UK ഇമിഗ്രേഷൻ ID ചെക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ BRPയുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സ്കാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് സ്കാൻ ആണ്. അത് നമ്മളൊരു സെൽഫി ത്രൂ പോലെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്ക്, അതായത് ഫോണിന്റെ യൂസ് ചെയ്ത് നമ്മുടെ
വേറൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യണം അത് എടുക്കാൻ വേണ്ടി നമ്മുടെ ഫോട്ടോ. either നമ്മളെ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് സെൽഫി ത്രൂ നമ്മുടെ ഫ്രണ്ട് ക്യാം ത്രൂ യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാനോ പറ്റും. പക്ഷെ നിങ്ങൾ എപ്പോഴും നോക്കുക പ്രോപ്പർ ലൈറ്റും ഷാഡോസും അങ്ങനത്തെ ഒന്നും വരരുത്. കാരണം ഈ ഫോട്ടോ നിങ്ങളുടെ നെക്സ്റ്റ് ഈ വരുന്ന BRPയുടെ ഫോട്ടോ ആണത്. അപ്പോൾ ഓൾവേസ് നല്ല ക്ലിയർ ആയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വേണം നിങ്ങൾ എപ്പോഴും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിപ്പ് BRPയുടെ ചിപ്പ് സ്കാൻ ചെയ്യണം. അത് നമ്മുടെ ഫോൺ ത്രൂവേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് പ്രോപ്പർ ആയിട്ട് NFC വർക്ക് ചെയ്യുന്നത്. അതിപ്പോ നമ്മുടെ iOS-ലാണെങ്കിലും നോർമൽ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. NFC വർക്ക് ചെയ്യണം. NFC വർക്ക് ചെയ്യുന്ന ഒരു ഫോണിൽ നമുക്ക് ജസ്റ്റ് അത് BRPയിലുള്ള ഒരു ചിപ്പ് ഉണ്ട്. ആ ചിപ്പ് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ടാപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ് നമ്മുടെ BRP സ്കാൻ ആകും. ഇത്രയും കഴിയുമ്പോൾ തന്നെ നമ്മുടെ BRPയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. അതെല്ലാം അത് വെച്ച് അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം വെച്ച് അവരൊരു ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ എക്സ്പയറി ഡേറ്റ് ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഇൻഫോർമേഷൻ പേജ് പോലെ കാണിക്കും. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് ലാപ്പിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ അതിലൊരു ഐഡന്റിറ്റി ആൻഡ് കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. അതിനകത്ത് കൺഫേം യുവർ ഐഡന്റിറ്റി. അതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കൺഫേം ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇമിഗ്രേഷൻ അഡ്വൈസർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചോദ്യം വരുന്നത് ആർ യു യൂസിങ് ആൻ ഇമിഗ്രേഷൻ അഡ്വൈസർ ബേസ്ഡ് ഇൻ ദി UK? അപ്പോൾ നിങ്ങൾ നോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നത് വിച്ച് ഇമെയിൽ അഡ്രസ് ക്യാൻ യു യൂസ് ടു കോണ്ടാക്ട് യു? അതെന്താണോ നിങ്ങളുടെ ഏതാണോ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കറണ്ട് അഡ്രസ്സാണ് അത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതർ നെയിംസ് ആൻഡ് നാഷണാലിറ്റീസ് ചോദിക്കുന്നുണ്ട്. അതിൽ വരുന്നത് ഇൻ അഡീഷൻ ടു ദ നെയിംസ് ഓൾറെഡി പ്രൊവൈഡഡ് ആർ യു നൗ ഓർ ഹാവ് യു എവർ ബീൻ നോൺ ബൈ അതർ നെയിം? അതായത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഡു യു ഹാവ് എ വാലിഡ് നാഷണൽ ഐഡന്റിറ്റി കാർഡ് എന്നാണ് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് എസ് കൊടുക്കുക. വാലിഡ് നാഷണൽ ഐഡന്റിറ്റി മീൻസ് പാസ്പോർട്ടാണ് നമ്മുടെ. കാരണം അതിൽ പറയുന്നുണ്ട് ഇതല്ലാണ്ട് ഇപ്പൊ നമ്മൾ EU അല്ലെങ്കിൽ വേറെ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ID കാർഡ് എന്ന് പറയുന്നത് പാസ്പോർട്ടാണ്. അത് പിന്നെ വരുന്നത് നാഷണൽ ഐഡന്റിറ്റി കാർഡ് നമ്പർ, അത് NI നമ്പർ ആണ് നമ്മുടെ. അതല്ല, അത് നമ്മുടെ പാസ്പോർട്ട് നമ്പറാണ്. ആണോ? സോറി, പാസ്പോർട്ട് നമ്പർ ആണ്. അത് മിക്കവർക്കും തെറ്റാറുണ്ട്. അതായത് NI നാഷണൽ ഇൻഷുറൻസും നമ്മുടെ ID കാർഡും കൂടെ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട് നമ്പറാണ്. അത് കഴിഞ്ഞ് നമ്മൾ വേണമെന്ന് നമ്മുടെ നാഷണാലിറ്റിനെ പറ്റി, അതായത് നമ്മുടെ നാട്ടിലുള്ള ഇതാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇഷ്യൂയിങ് അതോറിറ്റി ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ സ്ഥലം. ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ എവിടെ നിന്നാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അത് കൊടുക്കുക. പാസ്പോർട്ടിലുള്ള പ്രോപ്പർ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക മെയിൻ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ഇഷ്യൂ ഡേറ്റും പിന്നെ എക്സ്പയറി ഡേറ്റും ആണ്. അത് പാസ്പോർട്ടിൽ എന്താണോ അത് കൊടുക്കുക. അതിന് ഡു യു കറന്റ് ഹോൾഡ് ഓർ ഹാവ് യു എവർ ഹെൽഡ് എനി അതർ നാഷണാലിറ്റി ഓർ സിറ്റിസൺഷിപ്പ്? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലാന്ന് കൊടുക്കുക. പിന്നെ ലൊക്കേഷൻ ആണ് ചോദിക്കുന്നത്. അതായത് എൻ്റെ ദ കൺട്രി ഇൻ വിച്ച് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത് BSW. ഇപ്പൊ നമ്മൾ UK-ലാണ്, സോ UK എന്ന് കൊടുക്കുക. പിന്നെ എലിജിബിലിറ്റി ചോദിക്കുന്നുണ്ട്. ഡു യു ഹാവ് എ സ്റ്റുഡന്റ് വിസ? യെസ്, സ്റ്റുഡൻസിന് സ്റ്റുഡന്റ് വിസ കൊടുക്കുക. പിന്നെ വെൻ ഡിഡ് യു ഫസ്റ്റ് അറൈവ് ഇൻ ദി UK ഓൺ കറന്റ് വിസ? അത് നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എപ്പോഴാണ് വന്നിട്ടുള്ളതെന്ന് അത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഡു യു ഹാവ് എ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് സ്റ്റഡീസ് ഉണ്ട്. അത് ക്യാഷ് നമ്പർ, നമ്മൾ ക്യാഷ് നമ്പർ ഉണ്ട്, അത് കൊടുക്കുക. ക്യാഷ് നമ്പർ എങ്ങനെയാണോ ഒന്നി നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. കാരണം ഇതിലൊരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓയും സീറോയും തമ്മില് ഞങ്ങൾക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്ക് സീറോയും ഓയും തമ്മിലൊരു ഞങ്ങളുടെ ഇതില് സീറോയും ഓയും ഒരുപാട് ക്യാഷ് നമ്പറിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ. പക്ഷേ ഈ കോപ്പി ചെയ്യുന്നത് എല്ലാവർക്കും സക്സസ് ആവണമെന്നില്ല, അതും കൂടെ ഉണ്ട്. കാരണം ലിപിക്ക് അങ്ങനെ വന്നപ്പോ അത് ആയില്ലല്ലോ. എനിക്ക് റിജക്ട് ആയത് നമ്പർ റിജക്ട് ആയിരുന്നില്ലായിരുന്നു. അപ്പൊ either copy paste or നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ടൈപ്പ് ചെയ്തൊരു ഫോട്ടോ. നോർമലി ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി നമുക്ക് ഈ ലിങ്ക് അയച്ചു തരുമ്പോൾ തന്നെ നമ്മുടെ ക്യാഷ് നമ്പർ അവർ അയച്ചു തരും. ഞങ്ങളൊക്കെ ക്യാഷ് നമ്പർ ആ ലിങ്കിൽ നിന്ന് തന്നെ പേസ്റ്റ് ചെയ്യുമായിരുന്നു. അവർ യൂണിവേഴ്സിറ്റിയിൽ തന്ന അത് എടുക്കുക, പേസ്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്തു. പക്ഷെ ലിപിക്ക് പറഞ്ഞ പോലെ അത് വർക്ക് ആയില്ല. സോ എല്ലാവർക്കും കെയർഫുൾ ആയിരിക്കണം, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അതൊരു 14 ഡിജിറ്റ് നമ്പർ അല്ലേ? 14 ഡിജിറ്റ് നമ്പർ ആണ്. ഇനി ചോദിക്കുന്നത് ഡു യു കറന്റ്ലി ഹാവ് ആൻ ആപ്ലിക്കേഷൻ വിത്ത് ദി ഹോം ഓഫീസ് ഓർ ലീവ് ടു റിമെയിൻ ഫോർ വിച്ച് യു ഹാവ്? അത് ഉണ്ട്. ഇപ്പോഴൊരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് നോ കൊടുക്കുക.
പിന്നെ ഡിഡ് യു സ്റ്റഡി ആൻഡ് എലിജിബിൾ കോഴ്സ് എന്നാണ് യെസ് കൊടുക്കുക. അതായത് വിച്ച് കോഴ്സ് ഡിഡ് യു സ്റ്റഡി, നിങ്ങളുടെ കോഴ്സ് ഏതാണോ, മാസ്റ്റേഴ്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് അത് കൊടുക്കുക. ഡസ് യു യൂണിവേഴ്സിറ്റി ഓർ കോളേജ് ഹാവ് എ ട്രാക്ക് റെക്കോർഡ്. അപ്പൊ ഇതെല്ലാവരും ചിലവര് നോ കൊടുക്കും. ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ സ്പോൺസർ ചെയ്യുന്നതാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയും നമ്മളെ സ്പോൺസർ ചെയ്താണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പം ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ AR ആയതുകൊണ്ട് നമുക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എസ് ആണ് കൊടുക്കുന്നത്. എല്ലാവർക്കും എസ് തന്നെയാണ്. പിന്നെ പിന്നെ വരുന്നത് ഹാവ് യു സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് യുവർ കോഴ്സ്, എസ് കൊടുക്കുക. ഹാവ് യു പ്രീവിയസ്ലി ബീൻ ഗ്രാൻഡഡ് പെർമിഷൻ അണ്ടർ ദി ഡോക്ടറേറ്റ് എക്സ്റ്റൻഷൻ സ്കീം, നോ കൊടുക്കുക. നമ്മൾ ഇതുവരെയ്ക്കും വന്നിട്ടില്ലല്ലോ, അപ്പോൾ നോ കൊടുക്കുക. ഹാവ് യു റിസീവ്ഡ് മണി ഫ്രം എ ഫിനാൻഷ്യൽ സ്പോൺസർ, ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നോയാണ് ഏറ്റവും നല്ലത് കൊടുക്കുന്നത്, കാരണം നോ ആണ് കൂടുതൽ. നമുക്ക് ഫിനാൻഷ്യൽ സ്പോൺസേഴ്സ് ഇല്ലല്ലോ. എനിക്കറിയാം ചിലവര് ഫിനാൻഷ്യൽ സ്പോൺസർ കാറ്റഗറിയിൽ ബാങ്ക് ഒക്കെ വരും, അതായത് ലോൺ എടുത്തു വന്നവരുടെ ഡീറ്റെയിൽസ് ചോദിക്കും. സ്പോൺസർഷിപ്പ് എനിക്ക് അതിനെ പറ്റി ഞങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. മെയിൻലി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നോ ആണ് കൊടുത്തത്, കാരണം ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്പോൺസേഴ്സ് ഇല്ല. ഇനി അവർ വേറെ എന്തെങ്കിലും ആണ് മീൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അത് നോ ആണ് അതിന്റെ ആൻസർ. പിന്നെ വരുന്ന സെക്ഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ അകത്ത് വരുന്ന സെലക്ട് ദി സെക്സ് ആണ് ചോദിക്കുന്നത്, നിങ്ങൾ ഫീമെയിലോ മെയിലോ എന്ന് വെച്ചാൽ. പിന്നെ യുവർ കൺട്രി ഓഫ് ബർത്ത്, എവിടെ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ, പിന്നെ അതേപോലെ പ്ലേസ് ഓഫ് ഇഷ്യൂ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് വീണ്ടും സെയിം നമ്മൾ നേരത്തെ കൊടുത്ത അതേ പാസ്പോർട്ട് ഡീറ്റെയിൽസ് തന്നെ വീണ്ടും ഒന്നും കൂടെ നമ്മൾ വീണ്ടും കൊടുക്കും. ഇവിടെ എത്തുമ്പോഴാണ് കൂടുതൽ ആർക്കും കൺഫ്യൂഷൻ വരുന്നത്, കാരണം നമ്മൾ ഓൾറെഡി എൻറ്റർ ചെയ്ത ഡീറ്റെയിൽസ് അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ നോക്കുക, കാരണം ഇതുപോലെ തന്നെയാണ്. കാരണം BRPയുടെ നമ്പറൊക്കെ നമ്മൾ ഒരുപാട് തവണ എൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്, കാരണം ഓരോ ഇത് ഫോളോ ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് കൺഫ്യൂഷൻ വരാതെ മെയിൻലി നോക്കുക. പിന്നെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. കാരണം ഞങ്ങൾ സ്പൗസ് ആയിട്ടല്ല, സ്റ്റുഡൻസ് കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് അപ്പോൾ സ്പൗസിന് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു നോളജ് ഇല്ല. സ്പൗസ് മീൻസ് ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി, നമ്മളത് അന്വേഷിച്ചിട്ട് അതിനായിട്ട് റിപ്ലൈ ആയിട്ട് തരാം. അപ്പൊ നമ്മള് പേഴ്സണൽ ഡീറ്റെയിൽസിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാല് അബൌട്ട് യുവർ ഹോം ആണ്. അപ്പം ഇവിടെ ബേസിക്കലി സ്റ്റുഡൻസ് എല്ലാം വാടക എടുത്തായിരിക്കും നിൽക്കുന്നത്, റെന്റഡ് ഹൗസിലായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഓപ്ഷൻ ഉണ്ട്, ഐ റെന്റ് ഇറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുന്നത് നമ്മളിപ്പോ കറന്റ് നമ്മളിപ്പോ എവിടെയാണ് താമസിക്കുന്നത് ആ അഡ്രസ്സ് കൊടുക്കുക. അങ്ങനെ പോയി വരുമ്പോൾ നമ്മുടെ പ്രീവിയസ് അഡ്രസ്സ് വയ്ക്കും. അതായത് നമ്മൾ UK വന്നിട്ട് നമുക്ക് എത്ര പ്രാവശ്യം ടെനൻസി ഉണ്ടെന്ന് നോക്കും. നമ്മളിപ്പം വീട് മാറില്ലേ, ഓരോ പ്രാവശ്യം നമ്മൾ വീട് മാറും. സോ നമുക്ക് അങ്ങനെ എത്ര പ്രാവശ്യം മാറിയിട്ടുണ്ടെങ്കിലും അതിവിടെ ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് ആ എത്ര പ്രാവശ്യം മാറിയിട്ടുണ്ടോ ആ ഞാനിപ്പോ 3 പ്രാവശ്യം മാറിയിട്ടുള്ള ആ 3 വീടിന്റെയും അഡ്രസ്സും കാര്യങ്ങളും പോസ്റ്റ് കോഡും എല്ലാം കൊടുക്കണം. എത്ര പീരീഡ് നമ്മൾ അവിടെ താമസിച്ചു എന്നുള്ളത് കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുക്കണം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇപ്പോഴത്തെ നിൽക്കുന്ന വീടിന്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ആരാണ് ഈ വീട് തന്നത് ആളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. പക്ഷെ അതിനുശേഷം പേര് മാത്രം, പേരും കോൺടാക്ട് ഡീറ്റെയിൽസും. പക്ഷെ അതിന് മുമ്പുള്ള വീടിന്റെ അതൊന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ എത്ര അവിടെ ജീവിച്ചു, ലൈക്ക് സ്റ്റാർട്ട് ഡേറ്റ് എന്നാണ്, എൻഡ് ഡേറ്റ് എന്നാണ് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ആരാണ് ആ വീട് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ ഫോൺ നമ്പറോ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ടല്ല. ജസ്റ്റ് അഡ്രസ്സും പിന്നെ നമ്മൾ എത്ര പീരീഡ് ആ വീട്ടിൽ എത്ര പീരീഡ് നിന്നു എന്നുള്ളത് മാത്രം മതി, കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ട്രാവൽ ഹിസ്റ്ററിയാണ്. ട്രാവൽ ഹിസ്റ്ററിയിൽ വരുന്നതെന്ന് പറഞ്ഞാല് നമ്മള് എത്ര നാള് UK നിന്നു എന്നുള്ളതാണ്. അതിപ്പോ നമ്മളിപ്പോ വിസ നമുക്ക് എന്നാണോ നമ്മള് ഇവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത് അന്ന് നമ്മൾ ഈ നിമിഷം വരെയുള്ള അഡ്രസ്, അതിപ്പം എത്ര മാസം, ഇപ്പൊ ഞങ്ങളിപ്പം ഒരു വർഷം 8 months ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ന് ചോദിച്ചാല് നമ്മൾ UK വന്നതിന് ശേഷം പോയിട്ടുണ്ടോ, അതായത് കൺട്രിയിൽ നിന്ന് വെളിയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ പോയിട്ടുണ്ടെങ്കിൽ പോയെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഞങ്ങൾക്ക് നോയാണ് കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നമ്മൾ UK വന്നിട്ട് വേറെ ഏതെങ്കിലും കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്, അതായത് കൺട്രി വിസിറ്റ് ചെയ്യണ്ടോ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, US, സ്വിറ്റ്സർലൻഡ്. പിന്നെ അല്ലാതെ EU ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഈ 5 വർഷത്തിനുള്ളിൽ നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിപ്പോ നമ്മളിപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുന്നേ നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതാണ് നമുക്ക് കൊടുക്കാൻ ഇവിടെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് UK വന്നിട്ട് നമ്മൾ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്ന്, അതായത് GPയോ എമർജൻസിയിലോ എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
പിന്നെങ്കിൽ ഓക്കെ. GP-ല് കൂട്ടത്തില് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ചോദിക്കുമ്പോ എത്ര തവണ പോയിട്ടുണ്ട്, അതായത് ഓരോ തവണ പോകുമ്പോഴും അതിന്റെ ഡേറ്റ്, എന്ന് നമ്മൾ അഡ്മിറ്റ് ആയി, എന്ന് നമ്മൾ ഡിസ്ചാർജ് ആയി, ആ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ഏത് GP-ലാണോ നമ്മൾ കൺസൾട്ട് ചെയ്തത്, GP ആണ് GP, ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റല്, അതിന്റെ അഡ്രസ്സ് സഹിതം നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിൽ അതിന്റെ ട്രീറ്റ്മെന്റിൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോ ഡയബറ്റിക് പോലുള്ള തൈറോയ്ഡ് പോലുള്ള ഇതിന് മെഡിസിൻ കിട്ടുന്ന ആളാണെങ്കിൽ അതിന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ടിക്ക് ചെയ്യാനായിട്ട്, സ്റ്റിൽ വി ആർ റിസീവിംഗ് ദിസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാല് GP കഴിഞ്ഞ് അടുത്ത് വരേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പറാണ്. അവിടെ ഈ പറഞ്ഞ പോലെ GP-യിൽ SRNO കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നേരെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ NI-ലോട്ടൊക്കെ വരുന്നത്. അവിടെ നമ്മൾ NI നമ്പർ കൊടുക്കുക, ജസ്റ്റ് NI നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നമുക്ക് UK-ൽ, അതായത് UK വാലിഡ് ലൈസൻസ് ഉണ്ടോന്ന്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കാം. പിന്നെങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് പബ്ലിക് ഫണ്ട്സ് UK-ന്ന് ലൈക്ക് പബ്ലിക് ഫണ്ട്സ് നമുക്ക് എവിടെന്നെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിക്കാം. ഒരു ആസ് എ സ്റ്റുഡന്റ് അതിന് ഭയങ്കര ചാൻസ് കുറവാണ് ഒരു പബ്ലിക് ഫണ്ട് നമുക്ക് കിട്ടുക എന്നുള്ളത്. അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ yes or no, ഞങ്ങളെല്ലാവരും നോ ആയിരുന്നു. പിന്നെ നമ്മുടെ ക്രിമിനാലിറ്റിയിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ എന്തെങ്കിലും ലൈക്ക് ഇല്ലീഗൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ക്രിമിനൽ ആക്ടിവിറ്റീസിൽ എന്തിനെങ്കിലും നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ടോന്ന്, ഇല്ല നമ്മുടെ പേരിൽ എന്തെങ്കിലും കേസോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നാണ്. ആ ഒരു സെക്ഷൻ ഫുൾ നോ ആണ്. അതെ, ആ ഒരു അത് ഡിപ്പെൻസ് ആണ്. നമുക്കിപ്പോ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂലൊക്കെ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എസും അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. കൂടുതലും ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിസ റെഫ്യൂസ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ക്രിമിനാലിറ്റി ബേസ്ഡ് ചെയ്തിട്ടുള്ള എന്ത്, ഇപ്പം നോർമലി എല്ലാവർക്കും നോ ആയിരിക്കും. ഇതിപ്പം എന്തുവാ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന വിസ റെഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ, പിന്നെങ്കിലും ക്രിമിനൽ കൺവിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ, ഡ്രൈവിംഗ് ഒഫൻസ് ഉണ്ടായിട്ടുണ്ടോ, അത് ഈ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ആണ് കൂടുതലും വരാറ്. പിന്നെന്ന് പറഞ്ഞാല് അങ്ങനത്തെ കാര്യങ്ങള്. അത് കഴിഞ്ഞ് എല്ലാം നോ കൊടുത്ത് താഴേക്ക് വരുമ്പം ഒരെണ്ണം ഉണ്ട്, നമുക്കൊരു ഡിക്ലറേഷൻ പോലെ കൊടുക്കണം. അവിടെ നമ്മള് ഐ ഹാവ് റിഡ് ഓൾ ദി ഇൻഫർമേഷൻസ് ഇൻക്ലൂഡിംഗ് ദി ക്രിമിനാലിറ്റി, ആ സാധനങ്ങളൊക്കെ എസ് കൊടുത്ത് അതൊക്കെ നമ്മൾ എന്താ പറയുക ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, അത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാലും ടെററിസ്റ്റ്, എക്സ്ട്രീമിസ്റ്റ്, ഇതൊന്നും നമുക്ക് ശരിക്കും ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാം നോ ആയിരിക്കും. ഇത് ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൺവെൻഷൻസ് നമുക്കെതിരെ വന്നിട്ടുണ്ടോന്നാണ്. അപ്പൊ നമ്മൾ വന്നിട്ടില്ല എന്നുള്ള ഓപ്ഷൻ നോ കൊടുക്കുക. അതിൽ നിന്ന് താഴോട്ട് വരുമ്പം ഇതുപോലെ സെയിം ഡിക്ലറേഷൻ പിന്നെ വരുന്നുണ്ട്. അപ്പൊ ഐ ഹാവ് റിഡ് ഓൾ ദി ഇൻഫർമേഷൻസ്, എക്സ്ട്രീമിസ്റ്റിലൊന്നും ഇല്ല, അങ്ങനത്തെ ഓർഗനൈസേഷൻസിനൊന്നും ഞാൻ ഇല്ല, അങ്ങനെ നോ കൊടുക്കുക. പിന്നെയും താഴോട്ട് വരുമ്പോൾ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഫാമിലി ആൻഡ് റിലേഷൻഷിപ്സ് ആണ് വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആരെങ്കിലും അതായത് സ്പൗസ് ഉണ്ടോ, ചിൽഡ്രൻസ് ഉണ്ടോ, അതൊക്കെയാണ് ചിൽഡ്രൻ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് സ്പൗസും ചിൽഡ്രനും ഒന്നും ഇല്ലെങ്കിൽ ഉള്ളവർക്ക് ഉണ്ടെന്ന് കൊടുക്കുക, അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇല്ലാന്നുള്ളവർക്ക് ഇല്ലാതെ കൊടുക്കുക. നോ ഐ ആം സിംഗിൾ എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഏതെങ്കിലും സിവിൽ പാർട്ട്നേഴ്സ്, അതായത് UK-ലെ സിവിൽ പാർട്ട്നേഴ്സിന് നമ്മൾ മാരി ചെയ്തിട്ടുണ്ടോ, കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക. പിന്നെ നമ്മുടെ കൂടെ ആരെങ്കിലും അപ്ലൈ ചെയ്താൽ അവിടെയാണ് ചോദിക്കുന്നത് സ്പൗസ് ആണോ ചിൽഡ്രൻ ഉണ്ടോ എന്നൊക്കെ. ആരെങ്കിലും നമ്മുടെ കൂടെ ഇപ്പം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും, നോ കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഡയറക്റ്റ് ഡിക്ലറേഷനിലേക്കാണ് വരുന്നത്. അവിടെ നമ്മൾ കൊടുക്കുക ഐ കൺഫേം ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് അക്സെപ്റ്റ് ദ കണ്ടീഷൻസ്, അതാണ്. അത് നമ്മൾ ഡിക്ലറേഷൻ നമ്മൾ ടിക്കറ്റ് കൊടുക്കുക, കൺഫേം, അത്രേ ഉള്ളൂ സാധനം. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. അത് നമ്മൾക്ക് ഈവൻ ഇപ്പം ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവര് ചോദിച്ചോളും. അത് അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിലോ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റിയിലോ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ നമുക്ക് മെയിലേക്കും തിരിച്ച്. അപ്പൊ നമ്മൾ അതിനൊരു ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് പേയ്മെന്റ് ആണ്. അതിന് മുമ്പ് 100 ക്വസ്റ്റൻ, അത് പക്ഷെ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത PDF കാണില്ല. അതായത് നമ്മൾ തന്നെയാണ് ഇത് ചെയ്തത്. വൺസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മളാണ് ഇത് ചെയ്തതെന്നൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു 3 നോർമൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അതായത് ലൈക്ക് നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ പാരന്റ്സിന്റെ പേര്, അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയുടെ പേര്, കോമൺ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. കാരണം എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞത് ഇത് നമ്മൾ തന്നെയാണ് ചെയ്തത് എന്ന് തെളിയിക്കാനുള്ള ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കാണല്ലോ അറിയുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, പക്ഷെ അത് നമ്മുടെ PDF കാണില്ല. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻ്റർ ചെയ്ത് കൊടുക്കും. 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി നമുക്ക് പ്രൊസീജിയർ ലാസ്റ്റ് എൻഡിലേക്കാണ്. അതിന്റെ നമ്മൾ ഫീസ് അടയ്ക്കുകയാണ്. ലാസ്റ്റ് പേയ്മെന്റ് അത് ഭയങ്കര എളുപ്പമാണ്. ആദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ ഫീയും
പിന്നീട് നമ്മുടെ അത്രയും കൊണ്ട് പേയ്മെന്റ് ചെയ്യുന്നു, അത് തീരുന്നു. അതിന് തൊട്ട് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വരും. അതിൽ നമ്മൾ ഇപ്പൊ മിസ് ആണോ മിസ്റ്റർ ആണോ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ 2 year റൂട്ട് വിസ, അത് നമ്മൾ ചെയ്ത് വരുമ്പോ മിസ് ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വരുമ്പോ അത് നോർമലി എല്ലാവർക്കും വരാറുണ്ട്, നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടത്. അപ്പൊ 2 year റൂട്ട് വിസ ആണ് നമ്മൾ ചെയ്യുന്നത്, അത് കൊടുക്കുക. പിന്നെ അത്രയും കൊടുത്തതിന് എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് വരും. പിന്നെ നമ്മൾ നേരെ പോകുന്നത് പേയ്മെന്റിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും. അതൊരു യുണീക്ക് റെഫറൻസ് നമ്പർ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ അപ്പം തന്നെ കുറച്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേറൊരു മെയിലും കൂടി വരും. അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞത് പിറ്റേ ദിവസം നിങ്ങൾ എന്നാണ് അപ്ലൈ ചെയ്തത് അതിന്റെ പിറ്റേ ദിവസം നിങ്ങൾക്കൊരു ഡിസിഷൻ മെയിൽ വരും. എന്നാണ് ഡിസിഷൻ വരുന്നതെന്നുള്ളത് അത് മെയിൻലി അവർ കാണിക്കുക 2 മാസം ത്തിനുള്ളിൽ വരും എന്നുള്ള രീതിയിലായിരിക്കും അവർ കാണിക്കുന്നത്. ചിലപ്പം എന്നാണോ ആ പറയുന്ന ആ ദിവസം തന്നെ നിങ്ങൾക്ക് PSW ഡിസിഷൻ കിട്ടിയിരിക്കും. അപ്പൊ ഞങ്ങളിത് ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങൾക്ക് ഇതിന് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചും ഞങ്ങൾ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസിലും കുറച്ച് സിമ്പിളാക്കി പറയാമെന്ന് വിചാരിച്ചു. മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാം ഇതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. ഞങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഞങ്ങൾ ആ കമന്റ് തന്നെ റിപ്ലൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അറിയാവുന്ന രീതിയിൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ PSW കുറിച്ചിട്ട്. നിങ്ങൾക്ക് ഇത് പറഞ്ഞ പോലെ എനി ഡൗട്ട്സ് ജസ്റ്റ് കമന്റ് ഡൗണിൽ മെൻഷൻ ചെയ്യാം. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം വിശ്വസിക്കുന്നു. സോ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇനി വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇടുന്നതാണ്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ബൈ.